ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. റിമെമ്പറിംഗ് ദ ലെഗസി ദ ലെജൻഡ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്നിരുന്നാലും ഏപ്രിൽ 6, 1956 ജനനം. ഇപ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ, കൂടുതലായും മലയാള സിനിമയിൽ ഒരു നായകനാണ്. നായകൻ മാത്രമല്ല, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, നിർമ്മാതാവാണ്, സംവിധായകനാണ് ശ്രീനിവാസൻ. ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ട്, ആക്ടിങ് കൊണ്ട്, ബിഹേവിയർ കൊണ്ട് ഒരുപാട് ജനപ്രീതി നേടിയെടുത്ത ഒരു നടൻ, ഒരു കഥാകൃത്ത്, ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ, ഒരു നിർമ്മാതാവ്, അതാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ ഒരുപാട് തിരക്കഥകൾ നമുക്ക് ഒട്ടേറെ ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം എഴുതിയതെല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്, ചിന്തിക്കേണ്ടതാണ്. അതിലെ സെൻസ് ഓഫ് ഹ്യൂമേഴ്സ് ആയാലും, ആ കഥ പറയുന്ന കാര്യങ്ങളായാലും, അതിലെ ക്യാരക്ടേഴ്സ് വരെ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സമകാലിക സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലും വന്നിരുന്നത്. അദ്ദേഹം സ്ക്രീൻ പ്ലേ എഴുതിയ സിനിമകൾ നോക്കുവാണെങ്കിൽ ഓടരുതമ്മ വാളറിയാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നെ ഒരുപാട് സിനിമകൾ, മിഥുനം, സന്ദേശം, തലയണ മന്ത്രം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, കഥ പറയുമ്പോൾ, ഉദയനാണ് താരം, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, മഴയെത്തും മുമ്പേ, എത്ര സിനിമകളും എല്ലാം. അതായത് ഇപ്പോൾ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിൻ്റെ സിനിമ ഞാൻ പ്രകാശെല്ലും തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള, ഒരു കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമുള്ള സിനിമ. നിങ്ങൾ ഈ സിനിമകളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശമൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. ആ കോമഡിയും കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഇതുപോലെ തന്നെ സന്ദേശം, ആ ഒരു പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്താണ്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് വാല്യൂയുടെ പടങ്ങളാണ് അതൊക്കെ. പിന്നെ പറയുമ്പോൾ കഥ പറയുമ്പോൾ, ഉദയനാണ് താരം, എല്ലാം എന്ത് സിനിമകളാണ് അല്ല, നിങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും. മഴയെത്തും മുമ്പേയും പിന്നെ സന്ദേശത്തിനും കേരള സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് ശ്രീനിവാസനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരാതെ 4ൽ പരം മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ്സും പിന്നെ ദേശീയ അവാർഡിൻ്റെ റെക്കഗ്നിഷനും കിട്ടിയിട്ടുള്ള ഒരു നടനും കൂടെയാണ് ശ്രീനിവാസൻ. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ലാലേട്ടനുമായിട്ടും മമ്മൂക്കയുമായിട്ടും കൂടെ അഭിനയിച്ച്, സ്വന്തമായിട്ടും അഭിനയിച്ചും ഒരുപാട് സിനിമകളിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നൽകിയ, നല്ല സിനിമകൾ നൽകിയ, നല്ല കഥകൾ നൽകിയ ഒരു വലിയ നടനാണ് ശ്രീനിവാസൻ. അപ്പോൾ പുള്ളിയുടെ ഒരു മികവ് അല്ലെങ്കിൽ തീരാത്തതാണ്. കാരണം ഇത്രയും നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അതൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ കമ്പനിയിലുള്ളവർക്ക് എങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെയാണ് മലയാള സിനിമയ്ക്കും. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതാകുമ്പോൾ എന്നുള്ളൊരു വിഷമം മലയാളി പ്രേക്ഷകർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ സിനിമകളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും ഈ സിനിമകളൊക്കെ റിപ്പീറ്റ് വാല്യൂ ആണ്. അതായത് ഞാനിപ്പോൾ എല്ലാം ഭയങ്കര കോമഡി ഉള്ളതാണ്, റിലേറ്റബിളാണ്. അതായത് ഈ സമകാലിക സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനീതിമായി നടക്കുന്ന കാര്യങ്ങളെ ഹാസ്യമുഖേന, പരിഹാസമുഖേന മനുഷ്യർക്ക് അറിയാവുന്ന രീതിയിലുള്ള, കൊട്ടുകൊടുക്കുന്ന രീതിയിലുള്ള കോമഡികളും സംസാര ഭാഷാ ശൈലികളും സ്വന്തമായി പഴിചാരിക്കൊണ്ടുള്ള ആ ഒരു ആക്ഷനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പരിഹാസങ്ങളും എല്ലാം ചേർത്തിണക്കി അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത വിധം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രസിപ്പിക്കുന്ന വിധം എത്തിക്കുന്ന ഒരു പ്രധാന ഒരാളും കൂടായിരുന്നു ശ്രീനിവാസൻ. പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാര്യങ്ങളൊക്കെ പല സമയങ്ങളിലും അതെല്ലാം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ, ഈ സന്ദേശം ജയറാമും മാമുക്കയും വരുന്ന സീനുകളൊക്കെ ഇപ്പോഴും, ആ സീനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ട്രോളിലും അല്ലെങ്കിൽ റീൽസിലും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വരുന്നുണ്ട്. കാരണം അപ്പോഴേ ആ സമകാലികമായ പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ശ്രീനിവാസൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭയമില്ലാത്തൊരു തിരക്കഥാകൃത്തുമാണ്. അതായത്
തനിക്ക് എന്താണോ ആവശ്യം അത് അതിൽ എഴുതി കൊടുക്കുന്ന, അതിൽ എന്തുകൊണ്ടാണ് വേണമെന്നും കൂടെ എഴുതി കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ ഈ കഥ പറയുമ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ, ഞാനും കഥ പറയുമ്പോൾ സിനിമയൊക്കെ എപ്പോൾ ടി വിയിൽ വന്നാലും കണ്ടുകൊണ്ടിരിക്കും. കാരണം എനിക്കത് നിങ്ങൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് പടം നീ എന്തോന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരു ഗൾഫിൽ പോകണം പടം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അത് പിന്നെ ശ്രീനിവാസൻ്റെ ആ ഒരു അഭിനയം, ആ ഒരു ഇമോഷണൽ സീൻസ്, ആ ഒരു ഇന്നസെൻസ്, അതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഈ കഥ പറയുമ്പോഴൊക്കെ വന്നാലും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ടൈം കാണുന്ന പോലെ കണ്ടുകൊണ്ടേയിരിക്കും. കാരണം അത് ഫുൾ ടൈം കാരണം കഥ പറയുമ്പോൾ മമ്മൂക്കയുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സൂപ്പറായിട്ട്, അത് അവരുടെ ആ ബാർബർ ബാലനും കാര്യങ്ങളും. അറബിക്കഥയിലാണ് ഈ മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ അറബിക്കഥയിൽ ആ മരുഭൂമി, കമ്മ്യൂണിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. കഥ പറയുമ്പോൾ മമ്മൂക്കയുമായിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ അറബിക്കഥ, അല്ലെങ്കിൽ ഈ പട്ടണപ്രവേശം, ഈ സിനിമകളും കാര്യങ്ങളൊക്കെ, പിന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം, പിന്നെ ഏതാ സിനിമകളൊക്കെ ഉണ്ട്, ഒരുപാട് സിനിമകൾ. മേഘം, പ്രിയദർശൻ സാറിൻ്റെ മേഘം, മമ്മൂക്കയൊക്കെ ഉള്ള മേഘത്തിന് ഇപ്പോഴും ആ കോമഡിയൊക്കെ, ഞാൻ ഈ നാട്ടിൽ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടികൾക്കും പൂച്ചകൾക്കും അറിയാം എന്ന ആ കോമഡിയും കാര്യങ്ങളൊക്കെ, അപ്പോഴത്തെ ആ ഒരു കോമഡിയൊക്കെ സത്യം, അതൊക്കെ ഇനി ആർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അമ്മാതിരി സാധനങ്ങളാണ് പുള്ളി ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഫുൾ റിപ്പീറ്റ് വാല്യൂ ആണ്. എപ്പോൾ കണ്ടാലും നമുക്ക് വീണ്ടും കാണാൻ തോന്നും. ഒരു രീതിക്കും ബോറടിക്കില്ല. ആൻഡ് പുള്ളിയുടെ ടൈമിങ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആക്ടിങ്, ഇമോഷൻസ്, സ്വന്തം തന്നെ പഴിചാരിക്കൊണ്ടുള്ള ആ ഒരു കോമഡി കാര്യങ്ങൾ, അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ എന്താ പറയുക, ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാന്ന് തോന്നുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയൊക്കെ കാണുമ്പം ഒരു മുത്തം തരാനൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ, കള്ള പന്നി. അപ്പോൾ ആ രാജവെമ്പാല അങ്ങനെ സംസാരിക്കുന്നതൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ പക്ക കോമഡിയാണ്. ലാലേട്ടനുമായിട്ടും ശ്രീനിവാസൻ സാറുമായിട്ട് പടങ്ങൾ പിന്നെ ഒരു ലോഡാണ്. വരവേൽപ്പ്, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, വെള്ളാനകളുടെ നാട്, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഇങ്ങനെ പടങ്ങളുടെ മേളമാണ്. പിന്നെ ലാലേട്ടനുമായിട്ട്, മമ്മൂക്കയായിട്ട് ഈ മേഘം, മഴയെത്തും മുമ്പ്, ഒരു മറുവത്തൂർ കനവ്, അഴകിയ രാവണൻ, കഥ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ. ഈ കഥ പറയുമ്പോഴൊക്കെ സത്യമൊക്കെ പറഞ്ഞാൽ കഥ പറയുമ്പോഴൊക്കെ റീമേക്ക് കുറേ പോയ ഒരു സിനിമയാണ്. തമിഴിലെയും രജനീകാന്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ സിനിമ, ഹിന്ദിയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീമേക്കൊക്കെ റൈറ്റ്സ് ഒക്കെ പോയ ഒരു സിനിമ കൂടെയാണ് കഥ പറയുമ്പോൾ. മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലുള്ള ആ ബോണ്ട്, ബാർബർ ബാലൻ, അത് എന്ത് ക്യാരക്ടറാണ്. ആ ലാസ്റ്റ് മമ്മൂക്ക വന്ന് കരഞ്ഞ് സംസാരിക്കുമ്പോൾ ശ്രീനിവാസൻ്റെ ആ മുഖങ്ങളും ഭാവങ്ങളും, സത്യം പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നും. കാരണം അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ഓരോ സിനിമയ്ക്കും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഉദയനാണ് താരമൊക്കെ എന്ത് ഫിലിമാണ് അത്, സത്യം. അതിൽ എന്ത് രീതിക്കാണ് അഭിനയിക്കുന്നത്, ഒരു രക്ഷയിൽ. ഉദയനാണ് താരമൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ശ്രീനിവാസൻ സാറൊക്കെ എന്ത് രീതിയിലാണ് അഭിനയിക്കുന്നത്. ഇതിൽ വേറെ സരോജ് കുമാർ എന്നുള്ള സിനിമയൊക്കെ ഇറക്കി. അപ്പോൾ പുള്ളിയെ സ്വയം ട്രോളിക്കൊണ്ട് ഞാൻ എന്തിനങ്ങോട്ട് പോകണം, അതിങ്ങോട്ട് വരട്ടെ, അങ്ങനെയൊക്കെ സംസാരിച്ച്. അപ്പോൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, നല്ല സിനിമകൾ, നല്ല കോമഡികൾ, നല്ല രംഗങ്ങൾ ഒരുപാട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരാൾ കൂടെയാണ് ശ്രീനിവാസൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. കാരണം ഇത്ര നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണച്ചടങ്ങിൽ തന്നെ വന്നവരെ നിങ്ങൾക്കറിയാം, മലയാള സിനിമയിൽ മാത്രമുള്ളവരല്ല, ഇന്ത്യൻ സിനിമയിലുള്ളവരും കൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം അത്രയ്ക്കും എല്ലായിടത്തും ആൾക്കാരറിയാവുന്ന, ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച ഒരു നടനും കൂടെയാണ് ശ്രീനിവാസൻ സാർ. അപ്പോൾ പാർത്ഥിബൻ, തമിഴിൽ നിന്ന് പാർത്ഥിബൻ സാറ്, സൂര്യ സാറ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ. അപ്പോൾ മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല, പുറത്തിലും നല്ല പിടിയുള്ള, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും സ്നേഹിച്ച ഒരു നടനും കൂടെയാണ് ശ്രീനിവാസൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മരണച്ചടങ്ങിൽ അത്രയധികം ആൾക്കാർ വന്നത്, അത്രയധികം എല്ലാവരും സങ്കടപ്പെട്ടതിൻ്റെ കാരണങ്ങളും അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അതൊരു മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ സാർ. അപ്പോൾ ഇനി ഇപ്പോഴും ആ സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്, വീഡിയോ നിർത്താനേ തോന്നുന്നില്ല. കാരണം ഞാൻ കൊച്ചിലൊക്കെ ഈ വെള്ളാനകളുടെ നാട്, പട്ടണപ്രവേശം, നാടോടിക്കാറ്റൊക്കെ കാണുമ്പം ആ ഒരു സീരീസ് ആണല്ലോ അത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും ഞാൻ. എൻ്റെ ഉമ്മ ഇങ്ങനെ TV ചാനൽ മാറ്റുക അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ സമ്മതിക്കൂല. കാരണം അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അവർ ഈ ചില സമയങ്ങളിൽ ഈ അറബി വേഷങ്ങളൊക്കെ ഇട്ട് പോകുന്നത്, ലാലേട്ടനും ശ്രീനിവാസനും ചേർന്ന് അങ്ങനെ കുറച്ച് സീനുകളും കാര്യങ്ങളും. എന്താടാ വിജയ, എന്താടാ ദാസ, ആ കാര്യങ്ങൾ അതൊക്കെ സത്യം, അതൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സ് ഒരു കമ്പാനിയൻ വരുമ്പോൾ അല്ല ആ ഒരു മെൻഷൻ ചെയ്യുന്ന ഇൻസ്റ്റയിലൊക്കെ ആ ഒരു റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്താടാ വിജയ, എന്താടാ ദാസ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ലാലേട്ടന് 1-2 സീനൊക്കെ ഉണ്ട്. ലാലേട്ടന് അങ്ങനെ ചെറിയ റോഡ് കച്ചവടാട്ടിക്കുമ്പോൾ ശ്രീനിവാസൻ വരുമ്പോൾ കയ്യിൽ പൈസ എടുത്തു കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സീനൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു പക്ക എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സാധാരണമായ ഒരു കാര്യങ്ങളെ സാധാരണക്കാരന് വളരെ റിലേറ്റബിളായി അത് സാധാരണമായിട്ടും സാധാരണക്കാരൻ്റെ ഇമോഷൻസിനെ എങ്ങനെ കൊണ്ടെത്തിക്കുക എന്നുള്ള ശ്രീനിവാസൻ സാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സിനിമകളൊക്കെ ഞാൻ അതുപോലെ തന്നെ ഈ കിളിച്ചുണ്ടാവും മാമ്പഴം ഞാൻ കണ്ടല്ലേ, റിപ്പീറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് കിളിച്ചുണ്ട മാമ്പഴത്തിലെ കോമഡി. മേഘം, മമ്മൂക്ക യുഗത്തുള്ള മേഘം കോമഡികളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് തിയേറ്റർ ഷൺമുഖം അങ്ങനെ എന്താണെന്ന് പേര് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സീനും കാര്യങ്ങളും, അവൾക്ക് സാരി കൊടുത്തോ നീ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതും കാര്യങ്ങൾ, അത് ഒരു രക്ഷയില്ല ആ കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടും. പിന്നെ സന്ദേശം സിനിമയിൽ അതുമായിട്ട് വരുന്നത് ആ ജയറാം മുഖത്തുള്ള ആ ഒരു കാര്യം. സന്ദേശം സിനിമയൊക്കെ കിട്ടില്ലൻ സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണണം. പിന്നെ പഴയ സിനിമകളൊക്കെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ തിരക്കഥകൾ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു വലിയ ഒരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. കാരണം അദ്ദേഹം ഇനി 1-2 വർഷത്തോളമായി, അത് കുറച്ച് കൂടുതലായി അദ്ദേഹം ചികിത്സയിലായി വയ്യാതെയായിട്ടാണ് കിടന്നത്. ഇപ്പം അദ്ദേഹം വിട പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മലയാളികൾ ഒന്നടങ്കം സങ്കടത്തിലാണ്. കാരണം ഇത്രയും നല്ലൊരു കലാകാരനാണ് വിട പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, മലയാള പ്രേക്ഷകർക്ക് സമാധാനമുണ്ടാകട്ടെ, എല്ലാവർക്കും നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് നടന്നത്. അപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള, വടക്ക് നോക്കി യന്ത്രം, ഈ സിനിമകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ്. ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2025 ഒരു സിനിമ റിലീസ് ചെയ്യാനിരുന്നു, അങ്ങനെ എന്തോ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. പിന്നെ ട്രാഫിക് സിനിമ നിങ്ങൾ കണ്ടാണോ? അതിൽ മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ശ്രീനിവാസൻ സാറ് ചെയ്ത ഒരു വണ്ടി ഓടിച്ചു വരുന്ന സീന്. അങ്ങനെ പല രംഗങ്ങൾ, അത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, റിപ്പീറ്റ് വാല്യൂ ആണ് മെയിൻ. റിപ്പീറ്റ് വാല്യൂ എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് വാല്യൂവിൻ്റെ ഒരു അഗ്രഗണ്യനായിട്ടാണ് ശ്രീനിവാസൻ സാറിനെ ഞാൻ കാണുന്നത്. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് റിപ്പീറ്റ് വാല്യൂ. കാരണം അത്രയ്ക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് വാല്യൂയുടെ ഒരു തമ്പുരാൻ കൂടെയാണ് ശ്രീനിവാസൻ സാർ. എല്ലാം നല്ലതാവട്ടെ.